ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നു കയറി രണ്ടാഴ്ച തികച്ചില്ല. അതിനു മുൻപ് തന്നെ ഒരേ വൈബുള്ള ആൾക്കാർ ഒത്തുചേർന്നു ഗ്രൂപ്പ് ഉണ്ടാക്കി ഗ്രൂപ്പ് കളിയും ആരംഭിച്ചു. ബിഗ് ബോസ് മലയാളം സീസൺ 7 സംബന്ധിച്ച് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാന കാര്യം ഈ ഗ്രൂപ്പ് കളിയാണ്. ഗ്രൂപ്പിന്റെ നേതാക്കന്മാർ അക്ബറും അപ്പാനിയുമാണ്. കൂടെ ഗ്രൂപ്പിലെ അംഗങ്ങളായി വന്നിരിക്കുന്നത് ആര്യൻ, ജിസേല്, ബിൻസി, ബിന്നി, രണ ഫാത്തിമ, സരിക, അങ്ങനെ 8 പേരുള്ള ഒരു ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പ് കളി കൊണ്ട് പ്രധാനപ്പെട്ട ചില ഗുണങ്ങൾ ഉണ്ടാകണമല്ലോ. അതുകൊണ്ട് ഏകാന്ത നിമിഷങ്ങൾ സന്തോഷപ്രദമാക്കുവാൻ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പരസ്പരം പറഞ്ഞ് ധാരണയിലെത്തുന്ന ചില കാര്യങ്ങളുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് കളിക്കുക. അത് ടാസ്ക് ആണെങ്കിലും ഗെയിം ആണെങ്കിലും ഇനി നോമിനേഷൻ ആണെങ്കിൽ പോലും പരസ്പരം സപ്പോർട്ട് ചെയ്യുക. കൂട്ടത്തിലുള്ള ഒരു വ്യക്തിക്കെതിരെ ആരെങ്കിലും വിരൽ ചൂണ്ടിയാൽ അവരെ ഒരുമിച്ച് ആക്രമിക്കുക, ആക്രമണങ്ങളെ ഒരുമിച്ച് നേരിടുക. ഇതാണ് ഈ ഗ്രൂപ്പിന്റെ പ്രത്യേകത. എന്തായാലും ഈ ഗ്രൂപ്പ് ചർച്ചയായതോടുള്ള ബന്ധത്തിൽ രാവിലെ ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, ഈ ഗ്രൂപ്പിനകത്ത് അടി വരും. അടി ഉണ്ടായില്ലെങ്കിൽ അടി ബിഗ് ബോസ് ഉണ്ടാക്കും. നമ്മൾ കഴിഞ്ഞ സീസണുകളിലൊക്കെ ഇത് എത്ര പ്രാവശ്യം കണ്ടിരിക്കുന്നു. ചങ്കും കരളുമായി നടക്കുന്ന ആൾക്കാരെ തമ്മിൽ തല്ലിക്കുവാൻ വേണ്ടി മാത്രം ചിലപ്പോൾ ബിഗ് ബോസിന്റെ അങ്ങേയറ്റത്തെ ചില കളികളൊക്കെ പുറത്തെടുക്കും. ഒരേ കുഴിയിൽ ചാകുവാനിരിക്കുന്ന ആൾക്കാർ നിമിഷ നേരം കൊണ്ട് തല്ലിപ്പിരിയും. പിന്നീട് അവർ ബദ്ധ ശത്രുക്കളായിട്ടായിരിക്കും ബിഗ് ബോസ് വീടിന് പുറത്തിറങ്ങുക. അതേക്കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് കട്ട ചങ്കുകളായിരുന്ന സെറീനയുടെയും റനീഷയുടെയും മുഖമാണ്. പക്ഷെ അവസാന ഘട്ടമായപ്പോഴേക്കും അടിച്ചു പിരിഞ്ഞു എന്ന് മാത്രമല്ല, ബദ്ധ വൈരികളെ പോലെയാണ് ഒടുവിൽ അവർ ആ വീട് വിട്ടു പോവുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞാൻ മുൻപ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഈ ഗ്രൂപ്പും ബിഗ് ബോസ് ഇറങ്ങി പൊളിക്കും. ഇവർ തമ്മിൽ തല്ലും. ഈ സമയത്ത് സ്നേഹത്തോടെ ഇരുന്നപ്പോൾ പങ്കുവെച്ച പല കാര്യങ്ങളും, ആ വീട്ടിലുള്ള പലരെക്കുറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ ഗോസിപ്പുകൾ, രഹസ്യങ്ങൾ, ഇതൊക്കെ പരസ്യമായിട്ട് വിളിച്ചു പറയും. ബദ്ധ ശത്രുക്കളായി മാറും. ഇതാണ് ബിഗ് ബോസ് വീട്ടിൽ നമ്മൾ കണ്ടിട്ടുള്ള കാഴ്ച. ഇത് പറയുമ്പോൾ പെട്ടെന്നങ്ങനെ സംഭവിക്കും എന്ന് പ്രതീക്ഷിച്ചില്ല. എന്നാൽ ഇന്നിപ്പോൾ അത് സംഭവിച്ചിരിക്കുന്നു. അപ്പാനി, ശരത്തും ബിന്നിയും തമ്മിൽ അടിയായിരിക്കുന്നു. ഈ ഗ്രൂപ്പിന്റെ തലവനെന്ന് മാത്രമല്ല, ബിഗ് ബോസ് മലയാളം സീസൺ 7 സ്വയം പ്രഖ്യാപിത രാജാവും അപ്പാനി ശരത്താണല്ലോ. അയാൾ ഇങ്ങനെ ഇരുന്നു കൊണ്ട് മിക്കപ്പോഴും എന്തെങ്കിലുമൊക്കെ വിടുവായ പറഞ്ഞുകൊണ്ടിരിക്കും. ആള് വളരെ അഗ്രസീവാണ്, ഷോർട്ട് ടെമ്പേർഡ് ആണ്. ആള് പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കണം. അയാൾ തെറ്റു പറഞ്ഞാൽ ആ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുവാൻ പാടില്ല, വിമർശിക്കുവാൻ പാടില്ല. അതിനും ഏസു പറഞ്ഞുകൊണ്ട് തന്നെ നിൽക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഗ്രൂപ്പിനകത്ത് നിൽക്കാൻ പറ്റുള്ളൂ. പക്ഷേ അപ്പാനിയോടുള്ള അന്ധമായ ആരാധന നിമിത്തം ഗ്രൂപ്പിനകത്തേക്ക് വന്നിരിക്കുന്ന ആൾക്കാർക്ക് തെറ്റുകളൊന്നും ചൂണ്ടിക്കാണിക്കുവാൻ തോന്നാറില്ല. മറ്റുള്ളവരുടെ തെറ്റുകളൊക്കെ വെളിപ്പെടുത്തുവാൻ അവർക്ക് 7 നാവാണ്. പക്ഷേ അപ്പാനിയോട് സംസാരിക്കില്ല. കാരണം അതങ്ങനെയാണ്. ബിഗ് ബോസ് ഈ ഗ്രൂപ്പിലെ ചർച്ചകൾ മിക്കപ്പോഴും എടുത്തു കാണിക്കാറുണ്ട്. ആ സമയത്തൊക്കെ അപ്പാനിയുടെ ഭയങ്കര തള്ളലുകളാണ് നമ്മൾ കേൾക്കാറുള്ളത്. കുറച്ചു മുമ്പ് ഇതുപോലൊരു തള്ളൽ നടന്നു. ആ തള്ളൽ നടക്കുന്നതിന്റെ കാരണം ബിന്നി ചില പ്രസ്താവനകളൊക്കെ നടത്തിയതിനോടുള്ള ബന്ധത്തിലാണ്. അതായത് അപ്പാനിക്ക് ബിൻസിയോടും ബിൻസിക്ക് അപ്പാനിയോടും ചെറിയൊരു ക്രഷ് ഉണ്ട് എന്നുള്ള രീതിയിൽ ബിന്നി മൊനവെച്ച് സംസാരിച്ചു. തമാശയായിട്ടാണ് പറഞ്ഞത്. പക്ഷേ അപ്പാനി മഹാരാജാവിന് അത് ഇഷ്ടപ്പെട്ടില്ല. അയാൾ പൊട്ടിത്തെറിച്ചു ബിന്നിയോട്. എന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ നിർത്തിക്കൂ, ഇനി മേലിൽ ഇത്തരം വർത്തമാനങ്ങൾ ഇവിടെ ഉണ്ടാകാൻ പാടില്ല. ഇത് പറയാനുള്ള കാരണം, ഇദ്ദേഹം തൻ്റെ പഴയകാല ചരിത്രങ്ങളൊക്കെ അതിനകത്ത് എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സമയത്ത് തനിക്ക് 3 പ്രണയമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഒരേ സമയത്ത് 3 പ്രണയവും കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ കാമുകൻ കാര്യമായി കഷ്ടപ്പെടേണ്ടി വരും. ഒത്തിരി ഹോംവർക്കുകൾ ചെയ്തെങ്കിൽ മാത്രമേ ആ ബന്ധം ആരോഗ്യപരമായിട്ട് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ. പക്ഷെ അപ്പാനിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. തൻ്റെ 3 കാമുകിമാർക്കും പരസ്പരം അറിയാമായിരുന്നു. അവരെ 3 പേരെയും ഒരേ സമയത്ത് അപ്പാനി പ്രണയിക്കുന്നുണ്ടുവെന്നും അവർ 3 പേരും അപ്പാനിക്ക് വേണ്ടി തന്നെ നിൽക്കുന്നവരാണെന്നും അറിയാമായിരുന്ന കാമുകികളായിരുന്നു. എന്തൊരു വിശാല മനസ്സിന്റെ ഉടമകളാണല്ലേ. ഈ 3 ആൾക്കാരെ കുറിച്ചും തന്റെ പ്രണയത്തെക്കുറിച്ചുമൊക്കെ വാചാലനായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഡോക്ടർ ബിന്നി ചോദിച്ചൊരു ചോദ്യമുണ്ട്. ചേട്ടൻ ഒന്ന് സങ്കല്പിച്ചു നോക്കുക, ഒരു ടൈം ട്രാവലിനുള്ള ഒരു അവസരം ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ പിൻപിലേക്കൊന്ന് ഇറങ്ങിപ്പോയാൽ ഈ കൂട്ടത്തിൽ ആരെയായിരിക്കും കെട്ടാൻ ആഗ്രഹിക്കുന്നത്? ഓൾറെഡി ഇപ്പോൾ അപ്പാനി വിവാഹിതനാണ്. തന്നെയുമല്ല, തന്റെ ഭാര്യ ഇപ്പോൾ 3 മാസം ഗർഭിണിയായി കൂടി ഇരിക്കുകയാണ്. അതിന്റെ നടുവിലാണ് ഇങ്ങനൊരു ചോദ്യം. ഇനിയിപ്പോൾ വീണ്ടും ഒരു അവസരം ലഭിച്ചാൽ ആ കൂട്ടത്തിൽ ആരെയെങ്കിലും ഒരാളിനെ ഭാര്യയാക്കുമോ എന്നുള്ള ചോദ്യം. ആ ചോദ്യത്തിന് എന്തു മറുപടിയാണ് പറയേണ്ടത്? അക്ബർ പറയുന്നുണ്ട്, പ്രശ്നമായി കഴിഞ്ഞപ്പോൾ അതൊരു ട്രിക്കി ചോദ്യമായിരുന്നുവെന്ന്. നീ അതിനകത്ത് കൂടുതൽ പൊട്ടിത്തെറിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊരു ജോക്കായിട്ട് കണ്ടാൽ മാത്രം പോരെ, അത് നിന്റെ കുഴപ്പമല്ലേ എന്ന് അപ്പാനിയോട് ശാന്തമായി പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ ഒരു ചോദ്യത്തിന് കൃത്യമായി താനൊരു മറുപടി പറയേണ്ടതാണ്. പക്ഷേ അതിന് മറുപടി പറയാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കുടുംബകലഹമുണ്ടാകാൻ സാധ്യതയുണ്ട്. 24/7 ഒക്കെ ഈ ഭാര്യയും വീട്ടുകാരും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. അപ്പോൾ പഴയ പ്രണയത്തെക്കുറിച്ച് താൻ പറഞ്ഞു. ഇനി ഒരു അവസരം കിട്ടിയാൽ അതിനകത്ത് ആരെയായിരിക്കും കെട്ടുക എന്നുള്ള ആ ചോദ്യത്തിന്റെ മുൻപിൽ ഒരു നിമിഷം അയാളൊന്ന് സ്റ്റക്കായി. അടുത്ത നിമിഷം അയാൾ ബിന്നിയുടെ മേൽ ഈറ്റപ്പുലിയെ പോലെ ചാടി വീഴുകയായിരുന്നു. നിർത്തിക്കോ, ഇപ്പം നിർത്തിക്കോ,
ഇനി മേലിൽ ഇത്തരം സംസാരങ്ങളുമായി എൻ്റെ അടുക്കലേക്ക് വന്നേക്കരുത്. ഇത്രയും പറഞ്ഞ് ബിന്നിയുടെ മുഖമടച്ചടിക്കുന്നത് പോലെ സംസാരിച്ചു വായടപ്പിച്ചു കളഞ്ഞു. അതോടുകൂടി ബിന്നി എന്നൊരു കഥാപാത്രം അവിടെ ഉണ്ടോ എന്ന് തന്നെ സംശയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തി. ദീർഘനേരം ബിന്നി ഒന്നും തന്നെ മിണ്ടുന്നില്ല. പല ചർച്ചകൾ അവിടെ നടക്കുന്നുണ്ട്. ഒരഭിപ്രായവും പറയുന്നില്ല. ബിന്നി ആകെ ഷോക്ക് അടിച്ചതുപോലെ ഇരിക്കുകയാണ്. ഈ സമയമെല്ലാം അപ്പാനി തന്റെ പ്രസംഗം തുടർന്നുകൊണ്ടേയിരുന്നു. തോന്നിവാസമാണ് പറഞ്ഞത്, അനാവശ്യമാണ് പറയുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല, നിങ്ങളെയൊക്കെ ഞാൻ സ്നേഹിക്കുന്നയാളാണ്, നിങ്ങളിൽ നിന്നും ഇങ്ങനെയൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, നിങ്ങൾ ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ഇവിടെ സംസാരിക്കുന്നതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്, ഞാനും ബിൻസിയും തമ്മിൽ എന്തോ ഉണ്ടെന്നുള്ള രീതിയിൽ. എൻ്റെ മുൻപിൽ വെച്ച് ബിൻസിയെ വിളിക്കുന്ന ആ വിളിക്കകത്ത് തന്നെ ആ ടോൺ കേട്ടാൽ അറിയാം എന്തോ ഒന്ന് ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണെന്ന്. ബിന്നി പേടിച്ച് മൂത്രമൊഴിച്ചിരിക്കുകയാണ്. കാരണം ബിന്നി തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അപ്പാനിയുടെ നാവിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. തുടർന്ന് എന്തൊക്കെയാണ് അയാൾ അവിടെ കാട്ടിക്കൂട്ടാൻ പോകുന്നതെന്നും അവർക്ക് കൃത്യമായിട്ട് അറിയാം. അവിടെ പലരോടും ഈ ഷോ ഓഫുകളൊക്കെ അയാൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ബിന്നി പഞ്ചപുച്ഛമടക്കി മിണ്ടാതെ ഇരുന്നു. കുറേ സമയം കഴിഞ്ഞപ്പോൾ ബിന്നി കരയുന്നു, അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നു. വാഷ്റൂം ഏറിയയിൽ പോയി ബിന്നി ഒറ്റയ്ക്കിരിക്കുന്നിടത്തേക്ക് അപ്പാനി അപ്പോളജി പറയുവാൻ വേണ്ടി എത്തുകയാണ്. സോറി, എന്നോട് ക്ഷമിക്കണം, ആ സമയത്ത് ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാണ്, എനിക്ക് നിങ്ങളോടൊക്കെ ഭയങ്കര സ്നേഹമാണ്, എന്തെങ്കിലും എൻ്റെ വായിൽ നിന്ന് വീണിട്ടുണ്ടെങ്കിൽ, വേദന എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ സോറി പറയാൻ വന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ ബിന്നി അങ്ങോട്ട് പറയുകയാണ്, ചേട്ടനല്ലല്ലോ സോറി പറയേണ്ടത്, ഞാനല്ലേ തെറ്റു പറഞ്ഞത്, അപ്പോൾ ഞാൻ അങ്ങോട്ടല്ലേ സോറി പറയേണ്ടത്. ഇല്ല, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല, ആ പ്രശ്നം അങ്ങ് വിട്ടേരെ. മാത്രവുമല്ല, ഇത്രയും ദിവസം നീ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരാള് പെട്ടെന്ന് പിണങ്ങിപ്പോകുമ്പോൾ എൻ്റെ ഒരു സപ്പോർട്ടർ നഷ്ടമായി പോവുകയാണ്. അതുകൊണ്ട് ഞാൻ അതിന് മാപ്പ് പറയുകയാണ്. ഉടനെ ബിന്നി തിരിച്ചു ചോദിക്കുകയാണ്, അപ്പോൾ സപ്പോർട്ടർ നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ടാണ് എന്നോട് സോറി പറയാൻ വന്നത് അല്ലേ? ആ ചോദ്യം കിടുക്കി. എന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ ആവശ്യം ഇവരുടെ ഗെയിമിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർ അവിടെ ഉണ്ടാകണം. എന്തിനാണ് ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയത്? സ്നേഹത്തിന്റെ ആധിക്യം കൊണ്ടല്ല. എന്ത് നെറികേട് കാണിച്ചാലും അതിനെയെല്ലാം വെള്ളപൂശിയെടുക്കുവാൻ വേണ്ടി കുറച്ച് ആൾക്കാർ കൂടെ നിൽക്കണം. തലയ്ക്കകത്ത് ആൾതാമസമില്ലാത്ത ചില ആൾക്കാരെയൊക്കെ അതിന് കിട്ടും, എന്നാൽ എല്ലാവരെയും അതിന് കിട്ടില്ല. അതിന്റെ കാരണം വ്യക്തിപരമായി അവിടെ നിൽക്കുവാനും അങ്ങനെ നിന്ന് കളിക്കുവാനും കണ്ടന്റ് കൊടുക്കുവാനും പറ്റും എന്നുള്ള കോൺഫിഡൻസ് ഉള്ള ആൾക്കാർ ഈ ഗ്രൂപ്പിനകത്ത് വരില്ല. അല്ലാത്തവർക്ക് ഗ്രൂപ്പ് കിട്ടിയേ പറ്റൂ. ആരുടെയെങ്കിലുമൊക്കെ ഒരു താങ്ങും തലോടലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഓരോ ദിവസവും മുൻപോട്ട് പോകാൻ പറ്റൂ. 8 പേരുള്ള ഒരു ഗ്രൂപ്പാണ്. ഈ 8 പേരുള്ള ഗ്രൂപ്പിനകത്ത് പരസ്പര ധാരണയിൽ മുൻപോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എതിർചേരിയിലെ മുഴുവൻ ആൾക്കാരെയും നോമിനേറ്റ് ചെയ്യുവാൻ പറ്റും. ഇവർക്ക് നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള സാധ്യതകൾ ഉണ്ടാക്കിയെടുക്കുവാനും കഴിയും. അടിയും ബഹളവും എല്ലാം നടക്കുന്ന സമയത്ത് ഇനി തെറ്റു പറഞ്ഞാലും ശരി പറഞ്ഞാലും ഗ്രൂപ്പിന്റെ ഭാഗമായി പോയതുകൊണ്ട് സപ്പോർട്ട് ഉറപ്പായിട്ടും കിട്ടും. ആരെ വേണമെങ്കിലും പുകയ്ക്കാം, ആരെ വേണമെങ്കിലും പുറത്തു ചാടിക്കാം. അതിനൊക്കെ പറ്റുന്നതാണ് ഈ ഗ്രൂപ്പുകളിൽ. ഇപ്പോൾ ഗ്രൂപ്പിനകത്തുനിന്ന് ഒരാൾ പുറത്തു പോകുന്നു എന്ന് കണ്ടപ്പോഴേക്കും അപ്പാനിക്ക് വല്ലാത്ത ടെൻഷനായി. താൻ മാപ്പ് പറയുകയാണ്, ഇപ്പൊ നിർത്തിക്കോ, ഇനി മേലിൽ ഇങ്ങനെ സംസാരിച്ചേക്കരുത് എന്ന് കോപത്താൽ മുഖമടച്ചടിക്കുന്നത് പോലെ സംസാരിച്ച് അപ്പാനി വന്ന് ഇപ്പോൾ ബിന്നിയുടെ കാല് പിടിക്കുകയാണ്. ഗ്രൂപ്പ് വിട്ടു പോകരുത്, സപ്പോർട്ട് കുറഞ്ഞു പോകുമെന്ന്. ഇതൊക്കെ കാണുമ്പോൾ പ്രേക്ഷകരായ ഞങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഒരു ഹീറോയുമല്ല, ഒരു ഹീറോയും ആകാനും പോകുന്നില്ല. ബിഗ് ബോസിനകത്ത് വളവളാന്ന് സംസാരിക്കുവാനും ബഹളമുണ്ടാക്കുന്നതിനും അപ്പുറത്ത് നിങ്ങൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റില്ല. ആരെങ്കിലും നിങ്ങളെ താങ്ങി നിർത്തുവാൻ പിൻപിലുണ്ടാവണം. ഇല്ല എങ്കിൽ ഏത് നിമിഷവും നിങ്ങൾ വീണു പോകുമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അതിനുവേണ്ടി നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്ന ബാക്കപ്പാണ് രണ ഫാത്തിമയും ബിന്നിയും ബിൻസിയും അതുപോലുള്ള ഒരു കൂട്ടം സിൽബന്ധികൾ. എന്തായാലും ഗ്രൂപ്പിനകത്തുനിന്ന് ഒരാൾ പുറത്തു ചാടുകയാണ്. ഇനി അവർ ഏത് ചില്ലയിൽ പോയി ചേക്കേറും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. കാരണം എതിർചേരിയിൽ നിൽക്കുന്ന പല വ്യക്തികളെയും അവർ നല്ല രീതിയിൽ വിഷമിപ്പിച്ചിട്ടുണ്ട്. അവർ ശത്രുപക്ഷത്തേക്ക് അവരെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ബിന്നി ഒറ്റപ്പെട്ട് നടക്കുമോ അതോ നാണം കെട്ട് തിരികെ ചെന്ന് കയറുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതുമാത്രമല്ല, 8 പേരടങ്ങുന്ന ഗ്രൂപ്പിൽ നിന്നും ബിന്നി പുറത്തു പോകുമ്പോൾ ആ കൂട്ടത്തിൽ മറ്റൊരാൾ എന്നേക്കുമായി ആ വീടിനോട് ഔട്ടാവുകയാണ്. അത് ബിൻസിയാണ്. ബിൻസി ഇന്ന് വൈകിട്ട് ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ബിൻസി എവിക്റ്റ് ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബിന്നിയും ബിൻസിയും 2 പേർ ഗ്രൂപ്പിനകത്തുനിന്ന് നഷ്ടപ്പെടുന്നു. ഇനി അവശേഷിക്കുന്നത് 6 പേർ മാത്രമാണ്. ഈ 6 പേരുടെ ഗ്രൂപ്പുകളെയാണ് ഇനി വരുന്ന ദിവസങ്ങൾ നാം കാണാൻ പോകുന്നത്. ഇതിനകത്ത് എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതൊക്കെ കണ്ടറിയാം. ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും കമന്റ് ചെയ്യുവാൻ മറക്കരുത്. മറ്റൊരു അപ്ഡേഷനുമായി